ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിൻ ട്രേഡർ. ഞാൻ ഇന്ന് കാണിക്കുന്ന ഒരു ലൈവ് ട്രേഡാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19th April. അപ്പോൾ ഇന്ന് മോർണിംഗിൽ ബാങ്ക് നിഫ്റ്റി ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയത്. അപ്പോൾ മാർക്കറ്റ് ഒരു 11:30 കഴിഞ്ഞ ശേഷം മാർക്കറ്റ് മേളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ നമുക്ക് സോഫ്റ്റ്വെയർ ബാങ്ക് നിഫ്റ്റിയുടെ ബൈ സിഗ്നൽ കാണിച്ചത് 11:44 ബൈ സിഗ്നൽ അവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ എൻട്രിയും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഓപ്ഷൻസ് സക്സസ്ഫുള്ളായി ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ ഞാൻ 47,000 കോൾ ഓപ്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ബൈ സിഗ്നൽ വന്ന് കൺഫേം ആയ 63 പോയിന്റ് കയറിയിട്ടുമുണ്ട്. ഇപ്പോൾ തന്നിരിക്കുന്ന റീ എൻട്രി ആണ് 12:44 സോഫ്റ്റ്വെയർ റീ എൻട്രി 545 തന്നിട്ടുണ്ട്. 599 റീ എൻട്രി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ എടുക്കാത്തവർക്ക് നമുക്ക് ഇപ്പോൾ ഉള്ള പൊസിഷനിൽ ഇപ്പോൾ ഈ 545 നമ്മൾ എൻട്രി എടുക്കുക. ഇപ്പോൾ 57 ഇപ്പം അതിന് ടാർഗറ്റ് കൊടുക്കുന്നത് 99 ആണ്. താഴെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ 3 ടാർഗറ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടാർഗറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. സെക്കൻഡ് 564 നമുക്ക് 603 പെൻഡിങ് ആണ്. അപ്പോൾ അത് 3 ടാർഗറ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിഗ്നലിൽ എങ്ങനെ ഒരു കൺഫേം സിഗ്നൽ എടുക്കാം എന്നുള്ളതാണ് ഞാനിത് പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു ഓപ്ഷൻസിൽ സ്ട്രൈക്ക് നമ്മൾ ചൂസ് ചെയ്യാം, അതോടൊപ്പം കറക്റ്റ് എൻട്രി എങ്ങനെ പിക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ലൈവായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് അത് ലൈവായിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് സ്ട്രാറ്റജിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ റേറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഗ്രീൻ കളർ അപ്പാരോ ആണ് ബൈ സിഗ്നൽ. ഈ ഗ്രീൻ കളർ അപ്പാരോ വന്നത് നമുക്ക് 11:44 അതിന് എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ്, തേർഡ് ടാർഗറ്റ്, അതിൻ്റെ താഴെ അതിൻ്റെ സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് സിഗ്നൽ എൻട്രി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടാർഗറ്റ് സെക്കൻഡോ തേർഡോ കൊടുക്കുക. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇത് നമുക്ക് ഈ താഴെ ഇവിടെ കൊടുത്തിരിക്കുന്ന SL ട്രെയിലിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചുള്ള SL ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് 47,100 47,000 നമുക്ക് എടുക്കാം. അത് ഇവിടെ നിന്ന് നമുക്ക് വ്യൂവിൽ സിമ്പിൾസിൽ പോയി ആഡ് ചെയ്ത് വെച്ച് ഞാൻ 47,000 ആഡ് ചെയ്തു. ആ 47,100 ആണ്. അത് അതിൽ നമുക്ക് നമ്മുടെ മാർജിൻ അനുസരിച്ചുള്ള നമുക്ക് ഓപ്ഷൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. നമുക്കിപ്പോൾ 500 നമുക്ക് അത്ര എടുക്കാൻ നമ്മുടെ കയ്യിൽ മാർജിൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള സ്ട്രൈക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ റീ എൻട്രിയും ടാർഗറ്റുകളൊക്കെ താഴെ മേളിലായിട്ട് കാണിക്കും. ഇപ്പോൾ സിഗ്നലിൽ വന്നതും എൻട്രിയും ടാർഗറ്റും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം കൺഫർമേഷൻ ചെക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ കൺഫർമേഷൻ ചെയ്യേണ്ട, കാരണം ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഇവിടെ നിന്ന് സിഗ്നൽ വന്ന സമയത്ത് കൺഫേം ആയിരുന്നില്ല. താഴെ ഗ്രീൻ ആയതും ക്യാൻഡിൽ കളറും ഗ്രീൻ ആയതും പ്രൈസ് ഇൻ ബൈ സോണും വന്ന് റെസിസ്റ്റ് ചെയ്ത ലെവലിന് ഈ ക്യാൻഡിൽ പകുതിക്ക് വെച്ചെടുക്കായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് മേലെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ഞാനിപ്പോൾ 47,000 ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഞാൻ എടുക്കാൻ പറഞ്ഞ് 545-നും 599 റീ എൻട്രി ടാർഗറ്റ് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറ്റേ 47,100 ആണെങ്കിൽ അവിടെയും റീ എൻട്രി 486 വന്നിട്ടുണ്ട്. 534 ടാർഗറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബൈ ട്രേഡ് തന്നെയാണ്. ഇതുവരെ എടുക്കാത്തവർക്ക് ഇവിടെ എടുക്കാം. ഇപ്പോൾ നേരത്തെ എടുക്കേണ്ട സമയം കഴിഞ്ഞു. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു. ഇപ്പോൾ ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് എൻട്രി ലെവലാണ് സോഫ്റ്റ് അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻട്രാഡേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് സ്കാൽപ്പിങ്ങിൽ ഇപ്പം നമുക്ക് സ്കാൽപ്പിംഗ് നോക്കുകയാണ്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ചാർട്ട് വെച്ചിട്ട് ചെറിയ പോയിന്റ് എടുത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യുന്ന ഇതാണ് 1 മിനിറ്റ്. അതായത് ചെറിയ ടാർഗറ്റ്, ചെറിയ പോയിന്റ് മാത്രമാണ് നമുക്ക് വേണ്ടത്. പെട്ടെന്ന് ഒരു എൻട്രി എക്സിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇൻട്രാഡേക്ക് വന്ന് ഞാൻ കാണിച്ചു. സ്കാൽപ്പിങ്ങിൽ നമ്മൾ വെക്കേണ്ട ടൈം ഫ്രെയിം 1 മിനിറ്റ് ആണ്. അപ്പോൾ 1 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ഈ 47,000 തന്നെ ഞാൻ ഇൻട്രാഡേ ഇപ്പോൾ കാണിക്കുകയാണ്. ഇൻട്രാഡേക്ക് നോക്കുകയാണെങ്കിൽ സിഗ്നൽസ് വന്നതും എൻട്രിയും ടാർഗറ്റും മുകളിലും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സ്കാൽപ്പിങ്ങിൽ ഇതിനു മുമ്പ് എൻട്രി വന്നിട്ടുണ്ട്. 12:15 450 ഓൾറെഡി എൻട്രി പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് ഈ റെസിസ്റ്റ് ചെയ്ത ലെവലിൽ നമ്മൾ പിടിച്ച് കയറിയത് 454-നാണ്. അവിടുന്ന് നേരെ മാർക്കറ്റ് തിരിച്ച് 562 വരെ പോയിട്ടുണ്ട്.
അപ്പോൾ അവിടെ നമുക്ക് ഓൾറെഡി എൻട്രി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ്, അപ്പോൾ അത് നമുക്ക് ആ സമയത്ത് നമ്മൾ പൊസിഷൻ കണ്ടില്ല, നമുക്കിനി നെക്സ്റ്റ് എൻട്രി ലെവൽ എടുക്കണം എന്ന് പറഞ്ഞ് നമുക്ക് നോക്കുകയാണെങ്കിൽ പുൾ ബാക്ക് നോക്കിയിട്ട് വേണം പിന്നെ എൻട്രി എടുക്കാൻ. അപ്പോൾ ഈ 1 മിനിറ്റിൽ കണ്ടോ ഇവിടെ ഒരു പുൾ ബാക്ക് വന്നത്, തിരിച്ച് വന്ന ശേഷം പിന്നെയും അവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ഇവിടെ തിരിച്ച് കയറി 180 പിന്നെയും കയറി 36 വരെ ഇപ്പം ബ്രേക്ക് ചെയ്ത് കയറുന്നുണ്ടോ നെക്സ്റ്റ് ലെവല്. അപ്പം നെക്സ്റ്റ് നമുക്ക് ഇനി, അതായത് നമ്മൾ മിസ് ചെയ്ത പൊസിഷൻ, നമ്മൾ ആ ഒരു ട്രേഡ് മിസ്സായി, ഇനി നെക്സ്റ്റ് എവിടെ എടുക്കണം നമുക്ക് കൺഫ്യൂഷനേ വേണ്ട. നമുക്കത് നോക്കുകയാണെങ്കിൽ പുൾ ബാക്ക് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എൻട്രി ലെവലിൽ നമുക്ക് അവിടെ നിന്ന് വരും. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ എടുത്തിരുന്നെങ്കിലും നമുക്ക് 546 നമുക്ക് എടുക്കാം. കാരണം എവിടുന്ന് എടുക്കണമെന്ന് കൺഫ്യൂഷൻ വേണ്ട. അവിടുന്ന് നെക്സ്റ്റ് ട്രെൻഡ് ലൈൻ തിരിഞ്ഞ് കയറുന്ന ആ പോർഷനിൽ നെക്സ്റ്റ് ഒരു ബൈ തന്നെയാണ്. അവിടുന്ന് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് നമുക്ക് പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും ട്രേഡ് ചെയ്യാം. അതായത് പെട്ടെന്നൊരു എൻട്രി എടുത്ത് നമുക്ക് ചെറിയ പോയിന്റിലാണ് പ്രോഫിറ്റ് നേടുന്നതെങ്കിൽ നമുക്ക് സ്കാൽപ്പിംഗ്. ഇപ്പോൾ ഈ 47,000 M1 സ്ട്രാറ്റജി, ഇപ്പോൾ ആ സ്ട്രാറ്റജി കയറിപ്പോയി നോക്കിയേ. അപ്പോൾ ആ സ്ട്രാറ്റജി 1 ഇപ്പോൾ ആ നെക്സ്റ്റ് വന്ന റീ എൻട്രി ലെവൽ നമ്മൾ നേരത്തെ ബ്രേക്ക് ചെയ്ത് അടിച്ചു കയറി. നമ്മൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത പോർഷൻ എടുത്താണ്, അവിടെ നിന്ന് ഒറ്റയടിക്ക് കയറി. അപ്പം നമുക്ക് ഒരു സിഗ്നൽ, അതായത് എവിടുന്ന് എടുക്കണം, ഇനി ഒരു എൻട്രി മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ടെൻഷനെ അടിക്കണം. നെക്സ്റ്റ് ഒരു എൻട്രി ലെവൽ പുൾ ബാക്ക് കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് ആ ബ്രേക്ക് ഔട്ട് പോകുന്ന ലെവൽ നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. അവിടെ നമുക്ക് പിക്ക് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ഇവിടുന്ന് റീ എൻട്രി, നമ്മൾ ഇവിടെ കൊടുത്ത റീ എൻട്രി നമുക്ക് 599 ആണ്. ആ റീ എൻട്രി ടാർഗറ്റ് ഇപ്പോൾ അടിച്ചിട്ടുണ്ട് കണ്ടോ. ആ റീ എൻട്രി ലെവൽ നമുക്ക് അവിടുന്ന് ആ റീ എൻട്രി ടാർഗറ്റ് അത് ഹിറ്റായിട്ടുണ്ട്. ഇവിടുന്ന് 47,100 നമ്മൾ 486 വന്ന റീ എൻട്രി അവിടുന്ന് അതും ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഒരു എൻട്രി ലെവൽ പിക്ക് ചെയ്യേണ്ടത്. അതായത് ഒരു എൻട്രി നമ്മൾ വന്നു, ഇപ്പോൾ സിഗ്നൽസ് നമ്മളെ ചാർട്ടിന് മുന്നിലില്ല, നമ്മൾ എൻട്രി എടുത്തു, നമുക്കത് ആ എൻട്രി മിസ്സായി. നെക്സ്റ്റ് എൻട്രി ലെവൽ എങ്ങനെ എടുക്കണം എന്ന് നമുക്ക് ഒന്ന് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് കാണിച്ചു തരും. 1 മിനിറ്റ് 5 മിനിറ്റ്സ് രണ്ടും നമുക്ക് ഉപയോഗിക്കാം. ചെറിയൊരു എൻട്രി ലെവൽ മതിയെങ്കിൽ നമുക്ക് ആക്ച്വലി 1 മിനിറ്റ്, അതായത് ചെറിയ പ്രോഫിറ്റ് എടുത്ത് പെട്ടെന്ന് എൻട്രി എക്സിറ്റ് നമുക്ക് 1 മിനിറ്റ് കിട്ടും. പക്ഷേ അത് നമ്മൾ പിക്ക് ചെയ്യേണ്ടത് സിഗ്നൽസ് വന്ന് ബ്രേക്ക് ഔട്ട് കറക്റ്റ് റെസിസ്റ്റ് ചെയ്ത ലെവൽ കട്ട് ചെയ്ത് പോയതിന് ശേഷം മാത്രം നമ്മൾ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈസിയാണ് സ്ട്രാറ്റജി യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ മാർക്കറ്റ് ബൈയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈസിയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ. ഞാൻ ഇപ്പോൾ കാണിച്ച് നിങ്ങൾക്കൊരു ലൈവ് ട്രേഡാണ്. ലൈവ് ട്രേഡിൽ എങ്ങനെ സോഫ്റ്റ്വെയർ സിഗ്നൽസ് വന്ന് നമുക്ക് പിക്ക് ചെയ്യാം. അഥവാ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു പോയി കഴിഞ്ഞാലും നെക്സ്റ്റ് എൻട്രി ലെവൽ എവിടെ നിന്ന് എടുക്കാം. നമുക്ക് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി, ഇൻട്രാഡേ, ഏത് സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിച്ച് ചെയ്യാം. പക്ഷേ കറക്റ്റ് ആ ബ്രേക്ക് ഔട്ട്, ആ റെസിസ്റ്റ് ചെയ്ത ലെവൽ പിടിച്ചിട്ട് നമുക്ക് എടുത്താൽ മതി. അഥവാ നമ്മൾ ആ ബ്രേക്ക് ഔട്ട് പോയാലും പകുതിക്ക് വെച്ച് എടുക്കരുത്. പുൾ ബാക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ബ്രേക്ക് ഔട്ട് പോകുന്ന ലെവൽ പിടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഈസിയാണ് ചെയ്യാനായിട്ട്. ഇപ്പോഴും ഇത് എക്സിറ്റ് ചെയ്യാനുള്ളൊരു പോർഷനിലേക്ക് വന്നിട്ടില്ല. കാരണം ഇപ്പോഴും 3 ടാർഗറ്റ് അടിച്ചിട്ട് പിന്നെയും പോവാണ്. നമുക്കിവിടെ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ ട്രെൻഡ് ലൈൻ ഇവിടുന്ന് തിരിച്ചിറങ്ങുന്ന പോർഷനിൽ അവിടെ നിന്നൊരു ബാക്ക് അടിക്കും. ആ ബാക്ക് വരെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ പോർഷൻ ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. വൺ മിനിറ്റിൽ ആ ട്രേഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. 1 മിനിറ്റിൽ അവിടെ നിന്ന് ആ ബ്രേക്ക് ഔട്ട് നല്ല രീതിയിൽ മേളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോഴും അവിടെ തിരിഞ്ഞിട്ടില്ല. അപ്പോൾ അത് എക്സിറ്റ് ചെയ്യാനുള്ളൊരു പോർഷനിലേക്ക് ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പോൾ 1 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹൈക്ക് നമുക്ക് പോയത് ഇവിടം വരെ കയറിയിട്ടുണ്ട്. നല്ലൊരു അപ് ട്രെൻഡ്. ഇപ്പോഴാണ് കുറച്ച് പുൾ ബാക്ക് വന്നത്. പക്ഷേ എന്നാലും അവിടെ ഒരു സെൽ ട്രെൻഡ് ആയിട്ടില്ല. അത് തിരിച്ചിനി കയറാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു മീനിങ് അവിടെയുണ്ട്. നമുക്കൊരു പുൾ ബാക്ക് മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് വിടാം. പക്ഷേ നമുക്കൊരു ബൈ തന്നെയാണ് ഇപ്പോഴും നമുക്ക് പൊസിഷൻ നടക്കുന്നത്.
ഞാൻ ഇന്ന് കാണിച്ച ബാങ്ക് നിഫ്റ്റിയുടെയും അതിൻ്റെ കോൾ ഓപ്ഷൻ 47,000ൻ്റെയും ലൈവ് ട്രേഡാണ്. അപ്പം എവിടുന്ന് എൻട്രി എടുത്തു, എത്ര പോയിന്റ് വരെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം, അതേപോലെ നമുക്ക് റിവേഴ്സ് പോകുന്ന പോയിന്റ് എവിടെ നിന്നാണ്, ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. 1 മിനിറ്റും 5 മിനിറ്റ്സും രണ്ടും കമ്പയർ ചെയ്ത് കാണിച്ചു. അപ്പോൾ 5 മിനിറ്റ്സിൽ ഇപ്പോൾ ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് അടിച്ച് പോകും. പക്ഷേ 1 മിനിറ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അത് കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ അവിടെ നിന്നൊരു ഡൗൺ ട്രെൻഡ് കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു ചെറുതായിട്ടൊന്ന് ഡൗൺ ചാൻസ് ഇറങ്ങാൻ നോക്കും. പുൾ ബാക്കിൽ വന്നാൽ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് പോകും. അതേപോലെ 1 മിനിറ്റിൽ അവിടെ ചേഞ്ചസ് വന്നു. ഇപ്പോൾ 5 മിനിറ്റ്സിൽ തന്നെ ഇവിടെ ഈ ട്രെൻഡ് വിൻട്രേഡ് ട്രെൻഡ് എന്നുള്ള നമുക്ക് അവിടെ ട്രെൻഡ് ബിയറിഷ് 1 മിനിറ്റിൽ അപ്പോഴേ ബിയറിഷ് കാണും. നമുക്ക് സൈഡ് വേസ് തരും ബിയറിഷ് കാണും. അപ്പോഴേ നമുക്ക് ചെറിയ ഡൗൺ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകാനുള്ളൊരു നമുക്കൊരു ഓപ്ഷൻ നമ്മുടെ സോഫ്റ്റ്വെയറിൽ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എങ്ങനെ സോഫ്റ്റ് വർക്ക് ചെയ്യുന്നു, അതേപോലെ ലൈവായിട്ട് ട്രേഡ് എങ്ങനെ എടുക്കണം എന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ